ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. സം പിക്ചേഴ്സ് എ ടു സി ആർ ഗിവൺ ബിലോ, ടെൽ വിച്ച് ഓഫ് ദം ഷോ. ഇവിടെ നമുക്ക് എ ടു സി കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 × 1/5 = 3/5 എന്ന് കാണാം. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? 3 ഹോൾ തിങ്സ് ഉണ്ട്, അതിനെ 5 പാർട്സ് ആക്കിയിട്ട് അതിലെ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 3 × 1 = 3/5 അല്ലേ. ഇത് കംപ്ലീറ്റ് ആകുന്ന ഒരു ഫിഗർ ഏതാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ 3 ഹോൾ തിങ്സ് ഉള്ളത് ഇത് നോക്കി, ഇവിടെ 3 ഹോൾ തിങ്സ് ഇല്ല, ഇവിടെ 2 ഹോൾ തിങ്സ് ആണ്. അപ്പോൾ അത് വിട്ട് കളയാം നമുക്ക്. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ 3 ഹോൾ തിങ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് 5 പാർട്ട് ആക്കിയിട്ടുണ്ടാവണം എന്നല്ലേ. അപ്പോൾ ഇവിടെ 5 പാർട്ടാണോ ആക്കിയിട്ടുള്ളത് നോക്കാം. 1 2 3 4 പാർട്സ് ആണ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ അതും വിട്ട് കളയാം. ഇനി അടുത്തത് നോക്കാം. ഇവിടെ 3 ഹോൾ തിങ്സ് ഉണ്ട്, 1 2 3 4 5 പാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നോക്കൂ, 3 × 1/5 1 2 3 നമ്മുടെ ഈ ഹോൾ നമ്പർ 3 ആണ് ഇത്. പിന്നെ 1/5 എന്ന് പറഞ്ഞത് 1 ഇതാണ്. ഓരോന്നിലും ഓരോന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 5 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതാണ് ഈ ഡിനോമിനേറ്റർ 5. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3/5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 5 പാർട്ട് ആക്കിയിട്ട് അതിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി എന്ന് എഴുതാം അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 × 1/3. അപ്പോൾ 2 ഹോൾ തിങ്സ് ആണുള്ളത് അല്ലേ. 3 പാർട്സ് ആക്കിയിട്ട് 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി. ഇനി അതിൻ്റെ ആൻസർ നോക്കൂ, 2/3. 2 × 1 = 2/3 കൊടുക്കാം. അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. 3 പാർട്സ് ആക്കിയിട്ട് 2 പാർട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡിൻ്റെ ആൻസർ എ ആണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ, 3 × 3/4 = 2 1/4. ഇവിടെ നോക്കൂ, 3 ഹോൾ തിങ്സ് ഉള്ളത് ഏതാണ്? ഇതാണ് അല്ലേ. 3 ഹോൾ തിങ്സ് ഉണ്ട്, അതിനെ ഓരോന്നിനെയും 4 പാർട്സ് ആക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. 1 2 3 4 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 3 പാർട്സ് ആണോ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ആണല്ലോ. 1 2 3 1 2 3 1 2 3 കണ്ടില്ലേ. 3 പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ആൻസർ പാർട്ട് നോക്കാം. ഇവിടെ 2 ഹോൾ തിങ്സും ഉണ്ട്, ഒരു തേർഡ് 1 ഉള്ളതിലെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ 1 പാർട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. തേർഡിൻ്റെ ആൻസർ ബി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. കൂട്ടുകാരെ, നിങ്ങൾ ഈ സൊല്യൂഷൻ വീഡിയോസൊക്കെ കാണുന്നതിന് മുന്നേ ഇൻട്രഡക്ഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കണേ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.